മറ്റുള്ളവർക്ക് ആവശ്യത്തിലധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ലവിങ് ആയിട്ട് കെയറിങ് ആയിട്ട് എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വിഷയം എന്താണെന്നറിയോ? മറ്റുള്ളവർക്ക് ഓവറായിട്ട് പ്രാധാന്യം കൊടുക്കാതിരിക്കുക ലൈഫിൽ. കാരണം അതുകൊണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ വളരെയധികം ലവിങ്ങും കെയറിങ്ങും ഒക്കെ ആകുന്നതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ അത് നമ്മുടെ റിലേഷൻഷിപ്പ്, അത് എത്ര പ്രിയപ്പെട്ടവരായാലും സുഹൃത്തുക്കളായാലും അതിലൊന്നും ഒരു അകൽച്ച ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെപ്പറ്റി വളരെ മോശമായിട്ടൊന്നും ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കഴിയാത്ത കാര്യങ്ങളിൽ പോലും നമ്മൾ വളരെയധികം കെയറിങ് ആയിട്ട് എല്ലാവർക്കും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ അവരെങ്ങനെയാണ് നമ്മളോട് കാണിക്കുന്നതെന്ന് അറിയോ? പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന കെയറിങ്ങും സ്നേഹവും ഒന്നും അവർക്ക് ഒരു വിഷയമേ അല്ലെങ്കിൽ അത് അവർ മനസ്സിലാക്കുന്നേ ഇല്ല. പകരം അവർക്ക് നമ്മുടെ സ്നേഹമൊന്നും താല്പര്യമില്ല. അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ആരായാലും നമ്മൾ അർഹതയുള്ളവർക്ക് മാത്രം നമ്മൾ ലൈഫിൽ ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് തന്നെയാണ് അത് പല രീതിയിൽ ഒരുപാട് വിഷമങ്ങളായിട്ടും പല ബുദ്ധിമുട്ടുകളായിട്ടും വരുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ ചതിക്കാത്ത, അല്ലെങ്കിൽ നമ്മളെ ഒരിക്കലും ദ്രോഹിക്കാത്ത, ഇപ്പം നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കുന്ന, എന്ത് വിഷമങ്ങൾക്കും നമ്മളോടൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഹാംഫുൾ അല്ലാത്ത ആൾക്കാർക്ക് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ അല്ലാത്തുള്ളവരെ ഒന്ന് ശ്രദ്ധിച്ച് വേണം അവരോട് പെരുമാറാൻ എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റുള്ള ആൾക്കാരെയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, അത് കുഴപ്പമില്ല, ഓക്കെ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? അവരാണ് നമ്മുടെ ജീവിതം എന്നാണ്. അവിടെയാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് എന്നും വിഷമങ്ങൾ മാത്രമായിരിക്കും ലൈഫിൽ ബാക്കി നമ്മുടെ കൂടെ കൂട്ടായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വഭാവം, അല്ലെങ്കിൽ എല്ലാവർക്കും ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ഒരു സ്വഭാവം ഒന്ന് ഒഴിവാക്കാം എന്നുള്ളതിന് കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അതിൽ ആദ്യമായിട്ട് പറയേണ്ടത്, നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരുപാട് നല്ലതാകാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ എത്രത്തോളം നല്ലതാകുന്നോ അത്രയും ആൾക്കാർ നമ്മളെ യൂട്ടിലൈസ് ചെയ്യും, അല്ലെങ്കിൽ വളരെയധികം എക്സ്പ്ലോയിറ്റ് ചെയ്യും എന്നുള്ളതാണ്. നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളത്. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെയധികം താഴ്ന്നു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ എത്രത്തോളം താഴ്ന്നു കൊടുക്കുമോ അത്രയും ആൾക്കാർ നമ്മളെ കൂടുതൽ ചവിട്ടി താഴ്ത്താനായിരിക്കും ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. കാരണം കുറേ ആൾക്കാരുണ്ട്, ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞു എന്നുള്ളതുപോലെ ഞാനാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച ആൾക്കാരുടെ മുമ്പിൽ തിരിച്ചറിവോടെ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് വിഷമങ്ങൾ ഒഴിവാക്കുന്നതിന് നമുക്കൊരു നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഇന്നത്തെ ലോകം അത്രയ്ക്ക് സ്മാർട്ടാണ്. അപ്പം നമ്മൾ അതിനേക്കാൾ സ്മാർട്ട് ആയാലേ പറ്റുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, ജീവിതത്തിൽ എപ്പോഴും എല്ലാവരോടും, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സിറ്റുവേഷൻസിലെങ്കിലും നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളോട് നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചാലും എന്താ ചെയ്യുന്നതെന്ന് അറിയാം, നമ്മൾ ഒരിക്കലും അത് പറയില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പം നമ്മുടെ വഴികൾ, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ജീവിതം, ഇതൊക്കെ ആണ് ഇമ്പോർട്ടൻ്റ്. അല്ലെങ്കിൽ ഇതൊന്നും മറക്കാതിരിക്കുക. എങ്ങനെ നോ പറയും? അല്ലെങ്കിൽ കഴിയില്ല, പകരം നമ്മൾ വിഷമിച്ച് ടെൻഷൻ അടിച്ച് നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ പോലും മറ്റുള്ളവർക്കായി ചെയ്യാൻ പോകും. ഒടുവിൽ ബാക്കിയാകുന്നത് എന്താണെന്നറിയോ? ജീവിതത്തിലെ കുറേ കുറ്റപ്പെടുത്തലുകൾ, കുറേ പരാതികൾ, പരിഭവങ്ങൾ, ഇത് മാത്രമായിരിക്കും നമുക്ക് ബാക്കി കേൾക്കാൻ കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വയം നമ്മൾ വീണു പോകാതിരിക്കാൻ നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കുക. അതും വളരെ ബോൾഡായിട്ട് തന്നെ നോ പറയാൻ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അടുത്ത പോയിന്റ്, സ്വന്തം ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളോട് വളരെ സ്നേഹത്തിൽ പെരുമാറി, അല്ലെങ്കിൽ നമ്മുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് നമ്മളോട് വളരെ സ്നേഹമുണ്ടെന്ന് ഭാവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ലൈഫിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപാട് ഇമോഷണലി വീക്ക് ആവാതിരിക്കുക, അല്ലെങ്കിൽ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ മനസ്സിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലംസ്, ഇതൊന്നും പറയാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഓരോ മനുഷ്യനും ഒരുപാട് നിറങ്ങളുണ്ട് എന്നുള്ളത്. അത് അവസരങ്ങളും വ്യക്തികളും ഒക്കെ മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഇന്ന് കാണുന്ന ആളായിരിക്കില്ല നാളെ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും മനസ്സിലാക്കാൻ പഠിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ലൈഫിൽ വരുന്ന വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെയാണ് പറയേണ്ടത്.
അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കുക. ഇനി നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, ഡിസിഷൻസ് ഒക്കെ നമ്മൾ സ്വയം എടുക്കാൻ ക്യാപ്പബിൾ ആവുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ലൈഫിൻ്റെ റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അത് മറ്റാരുടെയും കയ്യിൽ ഏൽപ്പിക്കാതിരിക്കുക. കാരണം നമ്മൾ പല കാര്യങ്ങൾക്കും അങ്ങനെ മറ്റുള്ളവരോട് ഒരു അഭിപ്രായം ചോദിക്കുമ്പോൾ പിന്നെ അത് അവരുടെ ഉത്തരവാദിത്തമായി മാറും. അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ അവിടെ ഡിസിഷൻ എടുക്കാൻ ഒരു റോൾ ഇല്ലാത്തൊരവസ്ഥയിലോട്ട് നമ്മൾ എത്തിച്ചേരും എന്നുള്ളതുകൊണ്ടാണ് സ്വന്തം റിമോട്ട് കൺട്രോൾ ആരെയും കൊണ്ട് ഏൽപ്പിക്കാതിരിക്കുക എന്ന് പറഞ്ഞത്. ഇനി നിങ്ങൾ സ്വയം വിശ്വസിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് നമ്മളിൽ വിശ്വാസമില്ല, അത് വളരെ ഒരു നെഗറ്റീവ് ക്വാളിറ്റിയാണ് എന്നുള്ളതാണ്. കാരണം നമ്മൾ ഓവറായിട്ട് നമ്മളെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കഴിവുകളിൽ വിശ്വാസക്കുറവുള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്ത് കാര്യങ്ങളായാലും ഇപ്പോൾ പ്രോബ്ലംസ് എല്ലാവരുടെ ലൈഫിലും വരും. അപ്പോഴൊക്കെ എനിക്ക് കഴിയും അല്ലെങ്കിൽ എനിക്കേ കഴിയൂ എന്ന് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാൻ പഠിക്കുക. അങ്ങനെ തന്നെ അത് ആലോചിക്കുക, അല്ലെങ്കിൽ ബോൾഡായിട്ട് അത് ഫേസ് ചെയ്യുക. കാരണം നമ്മൾ ഒരു പ്രോബ്ലംസ് വരുമ്പോൾ അത് ഫേസ് ചെയ്താലല്ലേ നമുക്ക് തെറ്റാണോ ശരിയാണോ നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് മിസ്റ്റേക്ക് ആയിരിക്കും, പക്ഷേ ആ തെറ്റുകളിൽ നിന്ന് നമ്മൾ ശരികളിലേക്ക് എത്തും എന്നുള്ളതാണ്. അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് വീഴ്ച വരുന്നതെന്ന് നമുക്ക് സ്വയം ചെയ്യുമ്പോഴേ അത് അറിയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അല്ലാതെ പല കാര്യങ്ങളും ഇപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടാകും, നമുക്ക് വിശ്വാസം വരും നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത്. അല്ലെങ്കിൽ ലൈഫ് ലോങ് ഇങ്ങനെ മറ്റുള്ളവരെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായാലും അതിന് ഉറപ്പായിട്ടും എവിടെയെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാകും. അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് ചിന്തിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അത് സ്വയം തന്നെ ചെയ്യുക. അപ്പോഴാണ് നമ്മൾ ലൈഫ് വിൻ ചെയ്യാൻ തുടങ്ങുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി പറയേണ്ടത് എല്ലാ കാര്യങ്ങൾക്കും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആരോടായാലും അത് തുറന്നു പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലിമിറ്റിനിപ്പുറം വരാൻ ആരെയും അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് നമ്മൾ ഫ്രീഡം കൊടുക്കുമ്പോൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ആൾക്കാർ നമ്മുടെ ലൈഫിനെ ഒരുപാട് നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും, അല്ലെങ്കിൽ അത് നമുക്ക് വളരെ വിഷമങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പഠിക്കുക. പ്രത്യേകിച്ചും വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ കൊളീഗ്സ് അല്ലെങ്കിൽ ഓഫീസിൽ അങ്ങനെ സുഹൃത്തുക്കൾ ആർക്കായാലും അതൊന്ന് ആലോചിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഏറ്റവും മറ്റുള്ളവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒഴിവാക്കുന്നതിന് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയുമോ? നമ്മൾ നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ റിലേഷൻസ് ആയാലും സുഹൃത്തുക്കളായാലും നല്ല ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. കാരണം നമ്മൾ ആരുമായിട്ടാണോ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്, സംസാരിക്കുന്നത്, അവർ നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. പ്രത്യേകിച്ചും അത് നെഗറ്റീവ് ടോക്സ് ഒക്കെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ അത് നമ്മളെയും വളരെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നല്ല പോസിറ്റീവായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മളോട് നന്നായിട്ട് സംസാരിക്കാൻ, പോസിറ്റീവായിട്ട് സംസാരിക്കാൻ പറ്റുന്ന, പ്രശ്നങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഒരാൾ വളരെയധികം സെൽഫിഷാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഒട്ടും സിൻസിയർ അല്ല, സാഹചര്യം അനുസരിച്ച് നിറം മാറുന്ന അല്ലെങ്കിൽ സ്വഭാവം മാറുന്ന ഒരു വ്യക്തിയാണ്, ചതിക്കുന്നയാളാണ്. അപ്പോൾ ഇതൊക്കെ അറിയാമായിരുന്നിട്ടും അങ്ങനെ ഒരാളിനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്രണ്ടിനെ ഒഴിവാക്കാതെ നമ്മൾ ലൈഫിൽ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അയാൾ കാരണം നമുക്ക് എന്നും ഓരോ പ്രോബ്ലംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് എന്ന് മനസ്സിലാക്കിയാൽ അത്തരക്കാരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളെ എല്ലാവരും ഒരുപാട് പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനിന്ന് ഈ ഒരു കാര്യം. കാരണം നമ്മളെല്ലാവരും ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. അവരുടെ ആവശ്യങ്ങൾ ഇപ്പം നമ്മൾ കാരണം അവരുടെ ആവശ്യങ്ങളൊക്കെ അവർ നേടിയെടുക്കാറുണ്ട്. അതെല്ലാം കഴിയുമ്പോൾ പിന്നെ എവിടെയാണ് ആലുവ ശിവരാത്രിക്ക് കണ്ട പരിചയം പോലും ആരും കാണിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത്. വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ നമ്മുടെ ജീവിതം മാറ്റുന്നതിന് നമ്മളെ ഒരുപാട് ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. കാരണം നമ്മുടെ പേഴ്സണാലിറ്റിയെ പോലും മാറ്റാൻ സഹായിക്കും. അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്കൊരു വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ സ്വയം ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്.
ഇപ്പോൾ കാപട്യം നിറഞ്ഞ ആൾക്കാരും അല്ലെങ്കിൽ ലോകവുമാണ് നമ്മുടെ ചുറ്റിലും ഉള്ളത് എന്ന ഒരു തിരിച്ചറിവോടെ തന്നെ നമ്മൾ ഓരോ സ്റ്റെപ്പും ജീവിതത്തിൽ മുമ്പോട്ട് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കാൻ പഠിക്കുക. ഇപ്പോൾ ലൈഫിൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. നമുക്ക് നമ്മുടെ മുഖം ഒന്ന് മാറുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് ഒന്ന് ഇടറുമ്പോൾ അത് നമ്മൾ പറയാതെ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരാളെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവരോടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മുടെ സുഹൃത്തുക്കളാണ് എന്ന് ഭാവിക്കുന്ന ആൾക്കാരോട്, അല്ലെങ്കിൽ നമ്മളോട് വളരെയധികം സ്നേഹമുണ്ട് എന്ന് നടിക്കുന്ന കുറേ റിലേറ്റീവ്സും ഒക്കെ എല്ലാവർക്കും കാണുമല്ലോ. അപ്പോൾ അത്തരക്കാരിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നമ്മൾ ഒരു തിരിച്ചറിവുണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു വിഷയത്തിൽ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എന്നെ ആദ്യമായാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക, പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും സമയം നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ എന്നെ കണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നാളെ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.